രജൌരി നമ്മൾ അല്പം മുമ്പ് ഈ വെടിവെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഷെല്ലാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ നിന്നു എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ശബ്ദങ്ങൾ കേൾക്കാവുന്ന രീതിയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അല്പം മുമ്പ് വീണ്ടും ഷെല്ലുകൾ പതിച്ചതിന് ശബ്ദം നമുക്ക് എന്താണെങ്കിലും കേൾക്കാൻ കഴിഞ്ഞു. എന്താണെങ്കിലും ശക്തമായ ഏറ്റുമുട്ടൽ രജൌരി മേഖലയിൽ ഇപ്പോഴും ഉണ്ട്, രജൌരി പൂഞ്ച് മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രധാനപ്പെട്ട മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും ഷെല്ലിംഗ് തുടരുകയാണ്. സാധാരണഗതിയിൽ വൈകിട്ട് ഒരു 10 മണിക്ക് തുടങ്ങുന്ന ഷെല്ലിംഗ് 6 മണിയൊക്കെ ആകുമ്പോൾ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ ഈ സമയവും ഷെല്ലിംഗ് അവസാനിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഷെല്ലിംഗ് തുടരുന്നു. ഷെല്ലുകൾ വീഴുന്ന ശബ്ദങ്ങൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോഴുമൊക്കെ അത്രത്തോളം മൈക്കിൽ ആ ശബ്ദം കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ കേൾക്കാവുന്ന രീതിയിൽ തന്നെ ഷെല്ലിന്റെ ശബ്ദങ്ങൾ എന്താണെങ്കിലും ഈ മേഖലയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് തിരിച്ചടിയും അതോടൊപ്പം പ്രത്യാക്രമണവും അതോടൊപ്പം തന്നെ ആക്രമണവും ഒക്കെ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമുക്ക് രജൌരി മേഖലയിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന റിപ്പോർട്ട്. ശക്തമായ തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് വലിയ ഉഗ്രസ്ഫോടനങ്ങൾ ഇവിടെ നിന്നും, അതായത് ഇവിടെ നിന്നും ഷെല്ലുകൾ അങ്ങോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ എന്താണെങ്കിലും രജൌരി പൂഞ്ച് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.